ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അർഷിദ് മോൻ ഇല്ലാതാക്കിയ അസ്കർ എന്ന് പറയുന്ന അപരാധി മോനെ ഇന്നലെ പോലീസുകാർ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടെ അഖിലയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരമുള്ള അസ്കറിന്റെ കോലം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നിപ്പോയി. എന്താ മോനെ അസ്കറെ, സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വേച്ച് ഇറങ്ങുന്നു. നിനക്കെന്താ നടക്കാനൊന്നും വയ്യേ? എന്നാലും എന്ത് കോലാടാ നിന്റേത്. സാറേ എന്റെ ഭാവി നശിപ്പിക്കില്ല സാറേ. നശിക്കട്ടാ സാറേ, ഞാൻ കാലോടിക്കാം സാറേ. നീ കാലോടിക്കും. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട, എന്റെ അഭിപ്രായത്തിൽ ഇത്ര കൊടുത്താൽ പോരായിരുന്നു, കുറച്ചുകൂടെ അധികം കൊടുക്കണമായിരുന്നു. നമ്മൾ ഈ കാക്കി ഇടുന്നത് നാണം മറയ്ക്കാനല്ലല്ലോ, നിയമം നടപ്പിലാക്കാനല്ലേ. എന്റെ ദേഹത്ത് ഈ യൂണിഫോം ഉള്ളിടത്തോളം കാലം ഞാൻ ആ നിയമം നടപ്പിലാക്കും. ആശാന് കാലൊന്നും പൊക്കാൻ പറ്റുന്നില്ല. കാല് പൊക്കുമ്പോൾ ആശാൻ എക്സ്പ്രഷൻ കണ്ടില്ലേ നിങ്ങൾ? അത് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്. എടാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? തന്നെ ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ, ചാകത്തില്ല. നന്നായി മോനെ, ഇത്രയെങ്കിലും നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമായിട്ട് കണക്കൂട്ടിയാൽ മതി. നീ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഇത്ര കിട്ടിയാ പോരാ. ആ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊലവിളിയാ. അരി സാർ, ഞങ്ങളിപ്പോ ഫേമസ് അല്ലേ? ഫേമസ് ആയവരെ കാണാൻ ആൾക്കൂടും വെച്ച് വെക്കും. ആണോ? എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തൊന്നും വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഉപ്പുരസം. എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും.